ഹായ് എല്ലാവർക്കും FSK ഡിഫൻസ് അക്കാദമിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ FSK അക്കാദമി ഒരു ജൈത്ര യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാവർക്കും അറിയാം, നമ്മൾ GD ഈ വർഷത്തെ 2004 വർഷത്തെ റിക്രൂട്ട്മെൻറ്റ് വിളിക്കാൻ പോകുന്ന GDയിലേക്ക് നല്ല ഉയർന്ന ക്ലാസ് കൊടുക്കുക നമ്മുടെ FSK ഡിഫൻസ് അക്കാദമി തയ്യാറാക്കിയ വിവരം എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ? നമ്മുടെ FSK ഡിഫൻസ് അക്കാദമിയുടെ കീഴിൽ ഇപ്പോൾ തുടങ്ങി വെച്ച ECGD 1.0 എന്ന പുതിയ പ്രീമിയം ബാച്ച് ആരംഭിച്ചതായി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും അല്ലേ? നമ്മളിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇംഗ്ലീഷിൻ്റെ 5ാമത്തെ പാർട്ട് വരെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യാൻ വേണ്ടി മാക്സിമം സാധിക്കട്ടോ. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സിലേക്കും എല്ലാവരും വീഡിയോസ് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? ഇംഗ്ലീഷിൻ്റെ 5 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുമ്പത്തെ പാഠത്തിലൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഗ്രാമറിൻ്റെ ബേസിക് മീനിങ്ങും അതുപോലെ തന്നെ ടെൻസസ് അല്ലേ? ടെൻസസിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസ് പൂർണ്ണമായും നമ്മൾ കഴിഞ്ഞ 4ാം ഭാഗത്തിലും 5ാം ഭാഗത്തിലും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. പാസ്റ്റ് ടെൻസിലെ 4 ടൈപ്പും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ ക്ലാസ്സുകളിലെ വീഡിയോസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുന്നെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാസ്റ്റ് ടെൻസ് അല്ലേ? പാസ്റ്റ് ടെൻസിനെ നമ്മൾ 4ആയി തിരിച്ചിരുന്നു അല്ലേ? പാസ്റ്റ് ടെൻസിനെ നമ്മൾ 4ആയി തിരിച്ചിരുന്നു. ഏതൊക്കെയായിരുന്നു? സിമ്പിൾ പാസ്റ്റ് ഉണ്ടായിരുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇങ്ങനെ 4 ടൈപ്പിലാണ് നമ്മൾ പാസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തതാണ് സിമ്പിൾ പാസ്റ്റ്. എന്ത്? സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഈ സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് അല്ലേ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും അല്ലേ? സബ്ജക്റ്റ് പ്ലസ് V2 ഫോം ഓഫ് വെർബിൻ്റെ 2ാമത്തെ ഫോം കേട്ടോ. വെർബിൻ്റെ 2ാമത്തെ ഫോം പ്ലസ് ലാസ്റ്റ് ഒബ്ജക്റ്റ്. ഒരു സെൻറ്റൻസ് ഇങ്ങനത്തെ ഇതേ മോഡൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പിക്കാതെ എന്താണ്? സിമ്പിൾ പാസ്റ്റിലാണ് കേട്ടോ. ആണ് സബ്ജക്റ്റ് അല്ലേ? നൗൺസ് വരാം അല്ലേ? പ്രൊനൗൺസ് വരാം, സിംഗുലർ വെർബ് അല്ലേ? പ്ലൂറൽ എന്തും വരാം. സബ്ജക്റ്റ് എന്തും ആയിക്കോട്ടെ, നൗൺ ആകാം അല്ലേ? പ്രൊനൗൺസ് കാര്യങ്ങളൊക്കെ ആകാം. അതെല്ലാം നമ്മൾ സബ്ജക്റ്റിൽ ഉൾപ്പെടുത്തും. വെർബ് അറിയില്ലേ? അയാൾ ചെയ്യുന്ന പ്രവർത്തിക്കാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. അതിൻ്റെ 2ാമത്തെ ഫോം കേട്ടോ. വെർബിൻ്റെ 5 ഫോമുകൾ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ അല്ലേ? പാർട്ട് 3 പാർട്ട് 2 നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുവരിക എന്നുള്ളൂ മനസ്സിലാക്കാം കേട്ടോ. അടുത്തത് ഒബ്ജക്റ്റ് അല്ലേ? സെൻറ്റൻസിൻ്റെ കംപ്ലീഷൻ പാർട്ട്, അതായത് മീനിങ് ഫുള്ളാക്കി മാറ്റാനുള്ള സബ്ജക്റ്റിൻ്റെ അവസാനത്തെ വാക്കിനെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് ഏകദേശം ഫോം ചെയ്യാം. ഓക്കെ, നമുക്ക് എക്സാമ്പിളുമാരെ നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. കണ്ടില്ലേ ഇവിടെ? ഐ വെൻറ്റ് ടു സ്കൂൾ. ഇവിടെ ഐ എന്നുള്ളത് സബ്ജക്റ്റ് അല്ലേ? വെൻറ്റ് എന്നുള്ളത് എന്തിൻ്റെ 2ാമത്തെ ഫോമാണ്? വെൻറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് പോയി എന്നുള്ള അർത്ഥമാണ്. അതായത് ഗോ എന്നുള്ളത് V1 ഫോമാണ്, വെൻറ്റ് എന്നുള്ളത് V2 ഫോമാണ്, ഗോൺ എന്നുള്ളത് V3 ഫോമാണ്. ഇതിൻ്റെ മീനിങ് ഒക്കെ എന്താണ് അല്ലേ? പോകുക, പോയി എന്നുള്ള അർത്ഥം തന്നെയാണ് അർത്ഥമാക്കുന്നത്. പക്ഷേ വെർബിൻ്റെ 2ാമത്തെ ഫോമാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഐ വെൻറ്റ് ടു സ്കൂൾ. ടു സ്കൂൾ എന്നുള്ളത് ഒബ്ജക്റ്റായി നമുക്ക് കണക്കാക്കാം അല്ലേ? ഐ എന്നുള്ളത് സബ്ജക്റ്റും വെൻറ്റ് എന്നുള്ളത് വെർബിൻ്റെ 2ാമത്തെ ഫോമും ടു സ്കൂൾ എന്നുള്ളത് ഒബ്ജക്റ്റ് പാർട്ടും. ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും നമുക്ക് സെൻറ്റൻസ് മേക്ക് ചെയ്യാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഐ വെൻറ്റ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയി എന്നാട്ടോ വരിക. പോയി എന്നാണ് പാസ്റ്റ് ടെൻസ് അല്ലേ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ പറഞ്ഞത് കഴിഞ്ഞു പോയ സംഗതി അല്ലേ? ഭൂതകാലത്തെ പറ്റി പറയുന്നത് നമ്മൾ പാസ്റ്റ് എന്ന് പറയുന്നത്. പ്രസൻറ്റിലാവുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്തിനി? ഐ ഗോ ടു ദ, അല്ലെങ്കിൽ ഐ ഗോസ് എന്ന് പറയുക അല്ലേ? സിമ്പിൾ ഐ ഗോസ് ടു ദ സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞാൽ അല്ലേ? ഇവിടെ ഐ വെൻറ്റ് ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്ക് പോയി. പറഞ്ഞാൽ എന്താ? കഴിഞ്ഞൊരു സംഭവമാണ് അല്ലേ? പോയി, ഞാൻ സ്കൂളിലേക്ക് പോയി. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഹി സോ ഫുട്ബോൾ അല്ലേ? ഹി എന്നുള്ളത് എന്താണ്? സബ്ജക്റ്റ്. അർത്ഥം അവൻ എന്നുള്ള അർത്ഥം. സോ എന്നുള്ളത് കണ്ടു അല്ലേ? സോ എന്നുള്ളത് V2 ഫോമാണ്. സോയുടെ V1 ഫോമാണ് സി അല്ലേ? സി കാണുക.
സി എന്നുള്ളത് V1 ഫോമും സോ എന്നുള്ളത് V2 ഫോമും അതേപോലെ തന്നെ V3 ഫോം എന്താണ് സീൻ എന്നാണ് കേട്ടോ. സീൻ ഇവിടെ V2 ഫോമാണ് നമ്മൾ യൂസ് ചെയ്തത്. സോ ഹീ സോ ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കണ്ടു എന്നുള്ള അർത്ഥം കേട്ടോ. അവൻ ഫുട്ബോൾ കണ്ടു. ഓക്കെ, അടുത്ത എക്സാമ്പിൾ വേണം നോക്കിക്കൊന്ന്. വി പ്ലേഡ് ക്രിക്കറ്റ്. വി പ്ലേഡ് ക്രിക്കറ്റ്. വി എന്നുള്ളതൊരു സബ്ജക്റ്റായി നമുക്ക് എടുക്കാം. പ്ലേഡ് എന്നുള്ളത് അല്ലേ വെർബിൻ്റെ രണ്ടാമത്തെ ഫോം. ക്രിക്കറ്റ് എന്ന് നമുക്കൊരു കംപ്ലീഷൻ പാർട്ട് ഒബ്ജക്റ്റായും നമുക്ക് എടുക്കാം. അപ്പോൾ വി പ്ലേഡ് ക്രിക്കറ്റ്. പ്ലേഡ് എന്നുള്ളത് V2 ഫോമാണ്. അതേപോലെ തന്നെ പ്ലേ എന്നുള്ളത് V1 ഫോമാണ് കേട്ടോ. മറക്കരുത്, പ്ലേഡ് എന്നുള്ളത് V2 ഫോമും അതേപോലെ തന്നെ V3 ഫോമും നമ്മൾ പ്ലേഡ് തന്നെയാണ് ഉപയോഗിക്കുക. V1 ഫോമാണ് പ്ലേ. ഓക്കെ, വി പ്ലേഡ് ക്രിക്കറ്റ്. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു എന്നുള്ള അർത്ഥം കേട്ടോ. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ പാസ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അല്ലേ. സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് കഴിഞ്ഞ ഭൂതകാലത്തെ അഡ്രസ്സ് ചെയ്യാൻ അല്ലേ, കഴിഞ്ഞു പോയ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സെൻറ്റൻസിൽ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെൻസിനെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ആ പാസ്റ്റ് ടെൻസിൽ 4 വിധമുണ്ട് നമ്മൾ പഠിച്ച്. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതിൽ ഒന്നാമത്തെ സിമ്പിൾ പാസ്റ്റാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. സബ്ജക്റ്റീവ് പ്ലസ് വെർബിൻ്റെ രണ്ടാമത്തെ ഫോമുല കേട്ടോ. V2 ഫോമോ വെർബ്, പിന്നെ ഒബ്ജക്റ്റ് കേട്ടോ. കുറച്ച് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കേട്ടോ. പാസ്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണ് വരിക? ഒരു സെൻറ്റൻസിൻ്റെ ബേസ് ഫോർമുല സബ്ജക്റ്റ് ഉണ്ടാവും. ഓക്കെ, സബ്ജക്റ്റ് ഉണ്ടാവും. പിന്നെ ഉള്ളത് വാസ് അല്ലെങ്കിൽ വേറ്. എന്ത്? വാസ് അല്ലെങ്കിൽ വേറ് പ്ലസ് വെർബിൻ്റെ നാലാമത്തെ ഫോം കേട്ടോ. V4 ഫോം. വെർബിൻ്റെ നാലാമത്തെ ഫോം V4 ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറ്. വാസ് ഓർ വേറിൻ്റെ മീനിങ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിലല്ല, രണ്ടാമത്തെ ഭാഗത്തിൽ കേട്ടോ. നമ്മളെ പാർട്ട് 2 നമ്മൾ ഡീറ്റെയിൽ ആയിക്കാണ് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്സിലറി വെർബ്സിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാസോട് വേറെ നല്ല മീനിങ് ആയിരുന്നു എന്നാട്ടോ. മനസ്സിലാകാത്തവർ മറന്നവരും എഴുതിച്ചോളൂ. വാസോർ വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നുള്ള അർത്ഥം കേട്ടോ. വാസോർ വേർ ആയിരുന്നു. അതിൻ്റെ കൂടെ വെർബിൻ്റെ നാലാമത്തെ ഫോം ING ഫോം കേട്ടോ പ്ലസ് ഒബ്ജക്റ്റ്. ഇങ്ങനെയാണ് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ സെൻറ്റൻസ് ഉണ്ടാകുക. ഓക്കെ, ഇങ്ങനെ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലെ സെൻറ്റൻസ് ഉണ്ടാകുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് വാസും വേറുണ്ടല്ലേ. വാസ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഒപ്പം ഐയും പാടെ വരണം കേട്ടോ. ഈ കേസിൽ മാത്രമാണ് ഐ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നിൽക്കുന്നത്. ശ്രദ്ധിച്ച് കാണും അല്ലേ. വാസിൻ്റെ കൂടെ കണ്ടില്ല നിങ്ങൾ ഐ, ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ് എന്നുള്ളത് നമ്മൾ സിംഗുലർ സബ്ജക്റ്റായി അല്ലേ നമ്മൾ പൊതുവേ എല്ലായിടത്തും യൂസ് ചെയ്യല്. പക്ഷേ ഐ എപ്പോഴും പ്ലൂറലിൻ്റെ കൂടെ നിൽക്കുക. പക്ഷേ ഈ കേസിൽ മാത്രം ഐ സിംഗുലറിൻ്റെ ക്വാളിറ്റി കാട്ടും കേട്ടോ. ഐ വാസ് എന്നാണ് പറയാം കേട്ടോ. ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്. സിംഗുലറിൻ്റെ കൂടെയാണ് നമ്മൾ വാസ് യൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഐയും പാടെ മറക്കരുത്. ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. വാസിൻ്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് ഒപ്പം ഐയും. നമ്മൾ ഇതിൻ്റെ മുമ്പൊക്കെ ഐനെ നമ്മൾ ഏത് ഗണത്തിലാണ് എടുത്തീനി? പ്ലൂറൽ സെൻറ്റൻസിൻ്റെ അല്ലേ, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ പെടുത്തീനി. ഈ പാസ്റ്റ് കണ്ടിന്യൂസ്ലി വാസിൻ്റെ കൂടെ മാത്രമാണ് കേട്ടോ ഐ സിംഗുലറായി യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പഠിച്ചാൽ മതി. ഇങ്ങനെ പഠിക്കുന്നില്ല. ഐ വാസ് എന്നല്ലേ നമ്മൾ പറയാം. പുതിയ ഒരു സെൻറ്റൻസ് ഉണ്ടെങ്കിൽ ഐ വാസ്, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ് എന്ന് പറയാം. ഓക്കെ, ആയിരുന്നു എന്നല്ല അർത്ഥം കേട്ടോ. പിന്നെ അപ്പോൾ വേറോ വാസ് സിംഗുലർ ആണെങ്കിൽ വേറ് എന്നെ പ്ലൂറൽ അല്ലേ. പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ വേറ് ഉപയോഗിക്കുക അല്ലേ. യു, ദേവി നിരർത്ഥം പ്ലൂറൽ. ഒന്നിൽ ബഹുവചനത്തിൻ്റെ കൂടെ നമ്മൾ വേറ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു പാസ്റ്റ് കണ്ടിന്യൂസിലെ ടെൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക? സബ്ജക്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ വാസോർ വേറ്. വാസോർ വേർ എന്ന് പറഞ്ഞാൽ ആയിരുന്നു അല്ലേ മീനിങ്. വാസ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഒപ്പം ഐയും പാടെ വരും എന്ന് പഠിച്ചേക്കുക. പിന്നെ വേറ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഓക്കെ ബഹുവചനത്തിൻ്റെ കൂടെ അതിൻ്റെ കൂടെ വെർബിൻ്റെ നാലാമത്തെ ഫോം കേട്ടോ. വെർബിൻ്റെ നാലാമത്തെ ഫോം അതായത് ING ഫോം പ്ലസ് ഒബ്ജക്റ്റ് ഒരു കംപ്ലീഷൻ പാർട്ട്. ഓക്കെ,
കുറച്ച് എക്സാമ്പിൾ നോക്കാം, നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും കേട്ടോ. ഐ വാസ് ടീച്ചിങ്. ഐ എന്നുള്ളത് സബ്ജക്റ്റ്, വാസ് എന്നുള്ളത് നമ്മളെന്താ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ അഡ്രസ്സ് ചെയ്യാതെ ഓക്സിലറി വേർഡ്. ടീച്ചിങ് അടിയില്ലേ, ടീച്ച് എന്നുള്ളതിൻ്റെ V4 ഫോമാണ് ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കുകയായിരുന്നു, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു അടിയില്ലേ, ആ മീനിങ് എല്ലാം ഉണ്ട്. പാസ്റ്റ് ടെൻസിനായിട്ട് പഠിപ്പിക്കുകയായിരുന്നു, കഴിഞ്ഞു പോയായിരുന്നു അല്ലേ, ആയിരുന്നു. നമ്മൾ പ്രസൻറ്റിലാണെങ്കിൽ എന്താ പറയുക, പഠിപ്പിക്കുകയാണെന്നാണ് പറയാം, ആണെന്നാണ് പറയാം അല്ലേ. അത് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി ആയതുകൊണ്ട് അങ്ങനെ പറയും. ഇത് പാസ്റ്റ് ടെൻസിലേക്ക് എത്തിക്കൊണ്ട് കഴിഞ്ഞു പോയി അല്ലേ, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. വേണമെങ്കിൽ യെസ്റ്റർഡേ എന്നോ കൊടുത്താൽ ഇന്നലെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് കിട്ടും. ഓക്കെ, ഐ വാസ് ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. അടുത്ത നോക്കിക്കേ, യു വേർ അടിയില്ലേ, വ്യത്യാസം മനസ്സിലായില്ലേ. യു വേർ, വേർ എന്ന കീവേഡ് വന്നത് അല്ലേ. വേറിൻ്റെ കൂടെ എന്താ വരിക, പ്ലൂറൽ. യു പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് വേർ ഉപയോഗിച്ചു. പിന്നെ വെർബിൻ്റെ നാലാമത്തെ ഫോം അല്ലേ, സ്ലീപ്പിംഗ്. സ്ലീപ്പ് എന്നുള്ള V1 ഫോമിൻ്റെ നാലാമത്തെ ഫോമാണ് സ്ലീപ്പിംഗ്. ING ജോയിൻ ചെയ്യുക, V1ൻ്റെ ING ജോയിൻ ചെയ്താൽ വെർബിൻ്റെ നാലാമത്തെ ഫോം കിട്ടും. യു വേർ സ്ലീപ്പിംഗ്, നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുകയായിരുന്നു, നമ്മുടെ മീനിങ് മനസ്സിലായില്ലേ. കഴിഞ്ഞു പോയൊരു സാധനത്തെ അഡ്രസ്സ് ചെയ്യാണ്. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ, ഹി വാസ് ക്രൈയിങ്. ഹി വാസ് ക്രൈയിങ്. ഹി എന്നുള്ളത് സബ്ജക്റ്റ്, ഹി സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വാസ് എന്നുള്ള ഓക്സിലറി വെർബ് യൂസ് ചെയ്തു. വാസ് കണ്ട് നമുക്ക് ഉറപ്പിക്കുക എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ് ആണത്. ക്രൈ എന്നുള്ളതിൻ്റെ ING ഫോം V4 ഫോം ക്രൈയിങ്, അവൻ കരയുകയായിരുന്നു അല്ലേ. 3 എക്സാമ്പിൾ, ഐ വാസ് ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. നമ്മൾ പൊതുവെ പ്ലൂറലാണെങ്കിലും ഈ പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ കേസിൽ മാത്രം നമ്മൾ സിംഗുലറിൻ്റെ കൂടെ കൂട്ടും, ഐ വാസ്. ഓക്കെ, ഐ വാസ് എന്ന് പഠിച്ചേക്കുക, ഐ വാസ് ടീച്ചിങ്. യു പ്ലൂറൽ ആയതുകൊണ്ട് വേർ ഉപയോഗിച്ചു, യു വേർ സ്ലീപ്പിംഗ്. ഹി സിംഗുലർ ആയതുകൊണ്ട് ഹി വാസ് എന്ന് ഉപയോഗിച്ചു, ഹി വാസ് ക്രൈയിങ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ ബേസിക് ഫോർമുല പറഞ്ഞു. സബ്ജക്റ്റ് വാസ് ഓർ വേർ പ്ലസ് വെർബിൻ്റെ നാലാമത്തെ ഫോം ഒപ്പം ഒബ്ജക്റ്റ്. വാസ് സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ, ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഒപ്പം ഐയും എന്ന് പഠിച്ചു വെക്കുക. വേറ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ. ഓക്കെ, 3 എക്സാമ്പിൾ നമ്മൾ കണ്ടു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പാസ്റ്റ് ടെൻസിൽ തന്നെ മൂന്നാമത്തെ ഫോമായ പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് കേട്ടോ, പാസ്റ്റ് പെർഫെക്റ്റ്. അതിൽ നമുക്ക് അതിൻ്റെ ഫോർമുല വരാം, സബ്ജക്റ്റ് വരും, അതിൻ്റെ കൂടെ ഹാഡ് അല്ലേ. ഹാഡ് നമ്മൾ പഠിച്ചതാണ്, ഉണ്ടായിരുന്നു എന്നുള്ള മീനിങ് ആണ് ഹാഡ് അല്ലേ. പ്രസൻറ്റിൻ്റെ കേസിൽ നമ്മളിപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കേസിൽ എന്താ വന്നിനി, ഹാസ് ഓർ ഹാവ് ആണ് വന്നിനി. ഇവിടെ നേരെ തിരിഞ്ഞ് ഹാഡായി. ഓക്കെ, പെർഫെക്റ്റിൽ നമ്മൾ പൊതുവെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ വെർബിൻ്റെ നാലാമത്തെ ഫോം, അതായത് ING ഫോമാണ് യൂസ് ചെയ്യൽ കേട്ടോ. ഈ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പെർഫെക്റ്റിൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമും, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്നാണ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം നമ്മൾ പറയൽ പൊതുവെ. ഓക്കെ, അതുപോലെ കണ്ടിന്യൂസ് ടെൻസിൽ വെർബിൻ്റെ നാലാമത്തെ ഫോം, അതായത് ING ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിക്കോട്ടെ, അതിലൊക്കെ നമ്മൾ വെർബിൻ്റെ നാലാമത്തെ ഫോമാണ് യൂസ് ചെയ്യൽ കേട്ടോ. ഈ കോമൺ കാര്യങ്ങൾ മനസ്സിലാക്കുക, കൂടുതലായി നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിൽ ഒരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാകുക, സബ്ജക്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഹാഡ് ഉണ്ടാവും, ഒപ്പം എന്താ യൂസ് ചെയ്യേണ്ടത്, വെർബിൻ്റെ മൂന്നാമത്തെ ഫോം കേട്ടോ. വെർബിൻ്റെ മൂന്നാമത്തെ ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ പാർട്ട്. ഒരു മീനിങ് ആയ സെൻറ്റൻസിൻ്റെ അവസാനത്തെ ഭാഗത്തെ നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. 2 എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഐ ഹാഡ് കം. ഐ എന്നുള്ളത് സബ്ജക്റ്റ്, ഹാഡ് എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കീവേഡ്, ഓക്സിലറി വേർഡ് അല്ലേ. കം, കം എന്നുള്ളത് വരിക, കം കെയിം കം എന്നാണ്. കം എന്നുള്ളത് V1 ഫോം, കെയിം എന്നുള്ളത് V2 ഫോം, വീണ്ടും കം എന്നുള്ളത് V3 ഫോം. V3 ഫോം നമ്മൾ എടുത്തു. ഞാൻ വരുന്നുണ്ടായിരുന്നു അല്ലേ, മീനിങ് നോക്കിക്കേ, ഞാൻ വരുന്നുണ്ടായിരുന്നു. ഐ ഹാഡ് കം, ഞാൻ വരുന്നുണ്ടായിരുന്നു. ഓക്കെ അല്ലേ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ, ഷീ ഹാഡ് ഗോൺ. ഷീ ഹാഡ് ഗോൺ. ഷീ എന്നുള്ളത് അവൾ, ഹാഡ് എന്ന് നമ്മൾ അല്ലേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ
അഡ്രസ്സ് ചെയ്യാതെ ഓക്സിലറി വെർബ്. ഷീ ഹാഡ് ഗോൺ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം അല്ലേ. ഗോൺ എന്നുള്ളത് എന്താണ് ഇതാക്കുന്നത്, പോയി എന്നുള്ളത്. ഗോ എന്നുള്ളത് V1 ഫോം, വെൻഡ് എന്നുള്ളത് V2 ഫോം, ഗോൺ എന്നുള്ളത് V3 ഫോം. കണ്ടില്ലേ, പോവുക എന്നുള്ളതിൻ്റെ 3 ഫോമുകളാണത്. അവൾ പോയിട്ടുണ്ടായിരുന്നു, ഷീ ഹാഡ് ഗോൺ. നമുക്ക് വേറെ എക്സാമ്പിളും ഉണ്ടാക്കാം അല്ലേ. വി ഹാഡ് സ്ലെപ്റ്റ്. സ്ലീപ്പ് എന്നുള്ളതിൻ്റെ V3 ഫോമാണ് സ്ലെപ്റ്റ്. അതിൻ്റെ അർത്ഥം എന്താ, വി ഹാഡ് സ്ലെപ്റ്റ്. ഞങ്ങൾ, വി എന്നുള്ളത് ഞങ്ങൾ, ഉണ്ടായിരുന്നു, ഹാഡ്, സ്ലെപ്റ്റ് എന്നാൽ ഉറങ്ങുക, ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, വി ഹാഡ് സ്ലെപ്റ്റ്. ഇതൊരു വേറെ എക്സാമ്പിളാണ്. നിങ്ങൾക്ക് അതിന് എക്സാമ്പിൾ മേക്ക് ചെയ്തോളൂ, ഒറ്റയ്ക്ക് മേക്ക് ചെയ്തോളൂ. ഒരു സബ്ജക്റ്റ് വെക്കുക, ഒരു ഹാഡ് കൊടുക്കുക, അതിൻ്റെ ഒപ്പം ഒരു വെർബിൻ്റെ മൂന്നാമത്തെ ഫോമും കൊടുത്താൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ ഒരു സെൻറ്റൻസായി മാറി. ഓക്കെ, മനസ്സിലായില്ലേ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെ ഉണ്ടാകാമെന്ന്. ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഹാഡ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം പ്ലസ് ഒബ്ജക്റ്റ്. മനസ്സിലായില്ലേ? ഹാഡ് എന്നുള്ള മീനിങ് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം. ഓക്കെ, പിന്നെ വേറെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, മനസ്സിലാക്കി വെക്കുക. എന്ത്, പെർഫെക്റ്റ് ടെൻസിൽ പൊതുവെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് യൂസ് ചെയ്യുക. ഓക്കെ, അത് സിമ്പിൾ പ്രസൻ്റ് ആയിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ഫ്യൂച്ചർ ആയിക്കോട്ടെ. ഓക്കെ, ഇതിൽ 3ലും പെർഫെക്റ്റ് ടെൻസിൽ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണെന്ന് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ 2ാമത്തെ പോയിന്റ് എന്താ ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂസ് ടെൻസിൽ പാസ്റ്റ് ആയിക്കോട്ടെ, പ്രസൻ്റ് ആയിക്കോട്ടെ, പഠിക്കാനുള്ള ഫ്യൂച്ചർ ടെൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് വരുന്നുണ്ട് അല്ലേ. അല്ലേ, സാധാ കണ്ടിന്യൂസും വരുന്നുണ്ട്, കണ്ടിന്യൂസ് പെർഫെക്റ്റ് കണ്ടിന്യൂസും വരുന്നുണ്ട് അല്ലേ. ഈ 2ലും വെർബിൻ്റെ 4ാമത്തെ ഫോമാണ് യൂസ് ചെയ്യാമെന്ന് പഠിച്ചേക്കുക. ഓക്കെ ഓക്കെ, സെറ്റല്ലേ? കണ്ടിന്യൂസ് ടെൻസിൽ വെർബിൻ്റെ 4ാമത്തെ ഫോം, അതേപോലെ തന്നെ പെർഫെക്റ്റ് ടെൻസിൽ വെർബിൻ്റെ 3ാമത്തെ ഫോമും വരുമെന്ന് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ ഫോം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് 4ാമത്തെ ഫോമായ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇവിടെ കണ്ടിന്യൂസ് വന്നുകൊണ്ടോ വെർബിൻ്റെ 4ാമത്തെ ഫോം കണ്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കണ്ടിന്യൂസ് വന്നതുകൊണ്ട് വെർബിൻ്റെ 4ാമത്തെ ഫോം കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാകാമെന്ന് വെച്ചാൽ കണ്ടില്ലേ, ബേസിക് ഫോർമുല, സബ്ജക്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഹാഡ് ഉണ്ടാവും, ഒപ്പം ബീൻ അല്ലേ. ബീൻ, ഈ ബീൻ എന്നുള്ളതും പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു ഓക്സിലറി വെർബാട്ടോ ബീൻ എന്നുള്ളത്. ഓക്കെ, നമ്മൾ പ്രസൻ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ പറഞ്ഞാൽ പാസ്റ്റ് ആയിക്കോട്ടെ, ഇനി വരാനുള്ള ഫ്യൂച്ചർ ആയിക്കോട്ടെ, അതിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ പൊതുവെ 3 ടെൻസിലും നമ്മൾ ഉപയോഗിക്കുന്നത് ബീൻ ഉണ്ടാവും. അതിനൊപ്പം ഞാൻ ഒന്നും പാടെ പറഞ്ഞു കഴിഞ്ഞതിന് മുമ്പ് അല്ലേ, വെർബിൻ്റെ 4ാമത്തെ ഫോമും വരും. ഓക്കെ, ഇവിടെ പാസ്റ്റ് ആയതുകൊണ്ട് ഹാഡ് എന്നില്ല ഓക്സിലറി വെർബ് യൂസ് ചെയ്തു. ഓക്കെ, നമ്മൾ പ്രസൻറ്റിൻ്റെ കേസിൽ എന്താ പഠിച്ചിനി, അവിടെ ഹാഡിൻ്റെ ബദൽ ഹാവോ ഹാസോ ആയിരുന്നു. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ 4ാമത്തെ ഫോം പ്ലസ് ഒബ്ജക്റ്റ്, അതായത് കംപ്ലീഷൻ പാർട്ട്, മീനിങ് ഫുൾ ആക്കാതെ സെൻറ്റൻസിനെ മീനിങ് ഫുൾ ആക്കാതെ ഭാഗം, പ്ലസ് സിൻസോ അല്ലെങ്കിൽ ഫോറോ പ്ലസ് ടൈമോ. ഇനി ഈ സിൻസ് ഫോർ ടൈം ഇല്ലെങ്കിലും പ്രശ്നമല്ല, ഒരു സെൻറ്റൻസിൽ ഹാഡ് ബീൻ ഈ 2 സംഗതി ഹാഡ് ബീൻ എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അല്ലേ. അതിനൊപ്പം V4 ഫോം ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക. എന്താണ് ഉറപ്പിക്കേണ്ടത്, അതൊരു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് ഉറപ്പിക്കുക. ഓക്കെ, V4 ഫോം നമ്മൾ പറഞ്ഞു ING ഫോം ഓഫ് വെർബ് അല്ലേ. സിൻസ് എന്നതിൻ്റെ അർത്ഥം എന്താ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു. സിൻസ് എന്നുള്ളത് മുതൽ എന്നറിയും അല്ലേ. സിൻസ് 1947 1947 മുതൽ. സിൻസ് ദ മോർണിംഗ് രാവിലെ മുതൽ. സിൻസ് ദ നൈറ്റ് രാത്രി മുതൽ. സിൻസ് പറഞ്ഞോളി 2024 2024 മുതൽ. മുതൽ ഒരു തുടക്കത്തെ അഡ്രസ്സ് ചെയ്യാണ് നമ്മൾ സിൻസ് എന്ന് പറയല് അല്ലേ. ഏതെങ്കിലും ബ്രാൻഡിന്മേക്കെ ഉണ്ടാവും സിൻസ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷം കൊടുത്തുക്കും. അപ്പോൾ ആ വർഷം മുതലാണ് ആ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതെന്നില്ല മനസ്സിലാക്കിക്കുക. പിന്നെ ഫോർ എന്നിതിൻ്റെ അർത്ഥം ഓളം എന്നില്ല അർത്ഥം. സിൻസ് 2 hour എന്ന് പറഞ്ഞാൽ എന്താ, 2 മണിക്കൂറോളം അല്ലേ. സിൻസ് ആഫ്റ്റർനൂൺ ഉച്ചാകുവോളം
അല്ലെ, ഉച്ചത്തോളം എന്നൊക്കെ പറയാം നമുക്ക്. അങ്ങനെ ഓളം എന്നില്ല ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ, അതായത് എൻഡിനെ, ഏകദേശം എൻഡിനെ അഡ്രസ്സ് ചെയ്യാൻ, അതിൽ അവസാനത്തെ അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ ഓളം അല്ലെ ഫോർ എന്ന് ഉപയോഗിക്കും. സിൻസ് എന്നുള്ളത് തുടക്കത്തെ സ്റ്റാർട്ടിങ്ങിന് മുതൽ എന്നുള്ളതിൻ്റെ അർത്ഥം വരും. ഇപ്പോൾ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താ ഉണ്ടാകുക, സബ്ജക്റ്റ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഹാഡ് ഉണ്ടാവും, ഒപ്പം ബി എന്നുള്ള ഭാഗം ഉണ്ടാവും, ഒപ്പം വെർബിൻ്റെ നാലാമത്തെ ഫോം ഒബ്ജക്റ്റ്, സിൻസ് അല്ലെങ്കിൽ ഫോർ, പിന്നെ ടൈമും ഏതാണ് സമയം എന്ന് വെച്ചാൽ. എക്സാമ്പിൾസ് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഐ എന്നുള്ളത് ഞാൻ, അതൊരു സബ്ജക്റ്റ് എടുത്തു. ഐ ഞാൻ. ഹാഡ് ബീൻ, കണ്ടില്ലേ, ഹാഡ് ബീൻ വന്നതുകൊണ്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അഡ്രസ്സ് ചെയ്യുക. ഓക്കെ, ബീന് വന്നു, അതുകൊണ്ട് വെർബിൻ്റെ നാലാമത്തെ ഫോം ടീച്ച് എന്നുള്ളതിൻ്റെ ടീച്ചിങ് എടുത്തു. ഓക്കെ, ടീച്ചിങ്. പിന്നെ സിൻസോ ഫോറോമോ കൊടുക്കാം, നമ്മൾ സിൻസ് കൊടുത്തു. സിൻസ് ദ മോർണിംഗ്, രാവിലെ മുതൽ. ഐ ഹാഡ് ബീൻ ടീച്ചിങ് സിൻസ് ദ മോർണിംഗ്, രാവിലെ മുതൽ. രാവിലെ മുതൽ ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള അർത്ഥമായിട്ട് വരുന്നത്. ഐ ഹാഡ് ബീൻ ടീച്ചിങ് സിൻസ് ദ മോർണിംഗ്. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഹീ എന്നുള്ളത് അവൻ സബ്ജക്റ്റ്, ഹാഡ് ബീ എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഓക്സിലറി വെർബ്. ഡാൻസിൻ്റെ ING ഫോം ഡാൻസിങ്. ഫോർ 1 hour അല്ലേ, 1 hour, ഫോർ 1 hour എന്നാണ് 1 മണിക്കൂറോളമായി അല്ലേ. അർത്ഥം കൂട്ടി വായിച്ചേ, അവൻ 2 മണിക്കൂറോളമായി ഡാൻസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഹീ ഹാഡ് ബീൻ ഡാൻസിങ് ഫോർ 1 hour, അവൻ 2 മണിക്കൂറോളമായി ഡാൻസ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അല്ല മീനിങ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. ഹാഡ് ബീൻ എന്നുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെ അഡ്രസ്സ് ചെയ്യാതെ വേറാണ്. അതിൻ്റെ ഫോർമുല എന്തിന്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ നാലാമത്തെ ഫോം ഒബ്ജക്റ്റ് പ്ലസ് സിൻസ് അല്ലെങ്കിൽ ഫോർ അല്ലെങ്കിൽ ടൈം. ഓക്കെ അല്ലേ, നമുക്കിന്ന് ഒന്ന് പഠിച്ചേക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. നമ്മളിന്ന് പാസ്റ്റ് ടെൻസിനെ പറ്റിയാണ് പഠിച്ചത്. പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ ഒരു കഴിഞ്ഞു പോയ ഒരു കാലത്തെ അഡ്രസ്സ് ചെയ്യാനുള്ള വേർഡാണ് പാസ്റ്റ്. അത് കഴിഞ്ഞു പോയി അല്ലേ, ഭൂതകാലം എന്നൊക്കെ പറയാം നമുക്ക്. നമ്മുടെ ചെറുപ്പകാലമൊക്കെ നമുക്ക് ഏകദേശം പാസ്റ്റ് ടെൻസിലേക്കാണ് നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോർമുല എന്താ ഉണ്ടാകുക, സബ്ജക്റ്റ് ഉണ്ടാവും, അതിൻ്റെ ഒപ്പം വെർബിൻ്റെ രണ്ടാമത്തെ ഫോം കേട്ടോ, വെർബിൻ്റെ രണ്ടാമത്തെ ഫോം, ഒപ്പം ഒബ്ജക്റ്റ്. എക്സാമ്പിൾ നോക്കില്ലേ നമ്മൾ, ഐ വെൻറ്റ് ടു സ്കൂൾ, ഞാൻ സ്കൂളിലേക്ക് പോയി. ഹി സോ ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കണ്ടു. വി പ്ലേഡ് ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു. അടുത്തത് നമ്മൾ പഠിച്ചിരുന്നു പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസ്, ഒന്നാമത് സിമ്പിൾ പാസ്റ്റ്, രണ്ടാമത് പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റ് ഉണ്ടാവും, വാസ് ഓർ വേർ, വെർബിൻ്റെ കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടുണ്ടാവും, വെർബിൻ്റെ നാലാമത്തെ ഫോം വന്നു, ഒബ്ജക്റ്റും വന്നു. ഓക്കെ, വാസ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഒപ്പം ഐയും എന്ന് പഠിച്ചേക്കട്ടോ. വാസ് നമ്മൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഒപ്പം ഐയും, വേറ് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ. ഓക്കെ, വേർ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ. എക്സാമ്പിൾ നമ്മൾ നോക്കി അല്ലേ, ഐ വാസ് ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. യു വേർ സ്ലീപ്പിംഗ്, നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഐ വാസ്, അതില്ലേ, ഐ വാസ്, യു വേർ, വി വേർ, ദേ വേർ, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ് എന്നൊക്കെ പറയാം. ദിസ് വാസ്, ദേസ് വേർ, ദോസ് വേർ. ദേസ് ആണ് ഇവകൾ, ദോസ് ആണ് അവകൾ. ഓക്കെ, വേർ എന്ന് വരും. ദിസ് അറിയുമ്പോൾ ഇത് എന്നിലർത്ഥം അല്ലേ, ദിസ് വാസ്, ദാറ്റ് വാസ് അത് എന്നിലർത്ഥം, ദാറ്റ് വാസ് എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ അല്ലേ, യു ആർ സ്ലീപ്പിംഗ്, നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഹി വാസ് ക്രൈയിങ്, അവൻ കരയുകയാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിച്ചത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമുല എന്താണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥം, കൂടെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം പ്ലസ് ഒബ്ജക്റ്റ്. ഐ ഹാഡ് കം, ഞാൻ വരുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ഗോൺ, അവൾ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോം പ്ലസ് ഒബ്ജക്റ്റ്. അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ.
സബ്ജക്റ്റിൻ്റെയും ഹാഡിൻ്റെയും ഒപ്പം ബീൻ എന്നുള്ളതുണ്ടെയും ഒപ്പം വെർബിൻ്റെ നാലാമത്തെ ഫോം, അതായത് ING ഫോം. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ നാലാമത്തെ ഫോം പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് സിൻസ് എന്നുള്ളത് മുതൽ നടത്താം, ഫോർ ഓളം അവസാനത്തെ സൂചിപ്പിക്കുന്നു, പ്ലസ് ടൈം. അല്ലേ? എക്സാം നോക്കി നമ്മൾ ഐ ഹാഡ് ബീൻ ടീച്ചിങ് സിൻസ് ദ മോർണിംഗ് അല്ലേ? ഐ ഹാഡ് ബീൻ ടീച്ചിങ് സിൻസ് ദ മോർണിംഗ്, ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഹി ഹാഡ് ബീൻ ഡാൻസിങ് ഫോർ 1 hour, അവൻ 2 മണിക്കൂറോളമായി അല്ലേ? 4 ഉപയോഗിച്ചിട്ട് ഓളമായി 2 മണിക്കൂറോളമായി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പാസ്റ്റ് ടെൻസ് നമ്മൾ മുഴുവനായിട്ടും പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ 2 ടെൻസ് പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചു? പ്രസൻറ്റ് ടെൻസ് നമ്മൾ മുഴുവനാക്കി, അതോടൊപ്പം തന്നെ പാസ്റ്റ് ടെൻസും നമ്മൾ മുഴുവനാക്കി. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഫ്യൂച്ചർ ടെൻസ്. അതെ, ഫ്യൂച്ചർ ടെൻസിനെ നമ്മൾ ഡീറ്റെയിൽ ആയി പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഒരു യൂണിഫോം ജോലി അല്ലേ, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരെയും FSK ഡിഫൻസ് അക്കാദമി സഹായിച്ചു കൊണ്ടിരിക്കുന്നു. FSK ഡിഫൻസ് അക്കാദമിയുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ECGD എന്ന പ്രീമിയം ക്രാഷ് ബാച്ചിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക. ഇവിടെ നമ്മൾ റെഗുലർ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും വീഡിയോസ് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, SSC GD മാത്രമല്ല, പൊതുവേ ഉള്ള മത്സര പരീക്ഷകൾക്കൊക്കെ ഇംഗ്ലീഷ് ഒരു അവിഭാജ്യ ഘടകമാണ്. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ബേസിക് ഫോർമാറ്റാണ്. ഇതെല്ലാം നമുക്ക് ഏത് മേഖലയിലേക്കും നമുക്ക് പഠിക്കുന്നത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് സുഖമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ അല്ലേ? ഇംഗ്ലീഷിന് കൂടുതൽ താല്പര്യപ്പെടും അല്ലേ? ഇത് ഇംഗ്ലീഷ് പഠിക്കാനും മനസ്സിലാക്കാനും സുഖമാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിനോട് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.